ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ MS പെയിന്റിന്റെ പേസ്റ്റ്, കട്ട്, കോപ്പി എന്തൊക്കെയാണ് നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ റീസൈസ്, സെലക്ട് ടൂള്, അതുപോലെ ക്രോപ്പ് ഇതൊക്കെ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വരുന്നതാണ് ഇമേജ് എന്നുള്ള ഒരു ഭാഗം. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ്? സെലക്ട് കിടപ്പുണ്ട്, അതുപോലെ ക്രോപ്പ്, റീസൈസ്, റൊട്ടേറ്റ്, ഇങ്ങനെ 4 ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് സെലക്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കാം. പിന്നെ ഞാൻ കുറച്ച് പടം ഇങ്ങനെ കൊടുക്കും. ഓക്കെ, സെലക്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വരച്ച എന്തെങ്കിലും പടം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം അല്ലേ? നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തില്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പം സെലക്ട് എന്നുള്ള ഓപ്ഷനകത്ത് കുറേ സെലക്ഷൻ കിടപ്പുണ്ട്. ഒന്നാണ് റെക്ടാങ്കുലർ സെലക്ഷൻ. അതിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും, റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും നമുക്ക് സെലക്ഷൻ ആകുന്നത്. ഇപ്പം ഞാൻ ഇത്രയും നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് മൂവ് ചെയ്ത് മാറ്റുക. അപ്പം എന്തായി കണ്ടോ, റെക്ടാങ്കിൾ സെലക്ഷനായിട്ട് എന്ത് ചെയ്യും, മൂവായി മാറും. അതായത് കട്ട് ചെയ്ത് മാറും. നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമല്ലേ മൂവ് ചെയ്തുള്ളൂ. അപ്പം ഞാൻ ആ ഷേപ്പിലാണ് കട്ട് ചെയ്ത്, അതായത് സെലക്ട് ചെയ്ത്, അപ്പം ആ ഷേപ്പിൽ തന്നെ മൂവായി. ഇനി ഞാൻ ഫ്രീ ഫോം സെലക്ഷൻ ക്ലിക്ക് ചെയ്തു. ഫ്രീ ഫോം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഷേപ്പിൽ നിന്ന് മൂവ് ചെയ്ത് മാറ്റാൻ പോകും. കണ്ടോ, അപ്പം ആ ഒരു പൂവ് പോലെ ഒരു ഷേപ്പിൽ വന്നു. ഇനി എനിക്ക് വേറെ ഷേപ്പ് വേണമെങ്കിലോ ഈ ഒരു ഷേപ്പിൽ തന്നെ എനിക്ക് വേണം. കണ്ടോ, ഞാനൊരു പൂവിൻ്റെ മോഡലിങ് ഷേപ്പ് വരയ്ക്കും. കണ്ടോ, അപ്പം ആ ഒരു ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനാണ് ഫ്രീ ഫോം സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെലക്ട് ഓൾ. സെലക്ട് ഓൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ എന്ത് വരച്ചിട്ടുണ്ടോ അത് ഫുൾ സെലക്ട് ചെയ്യും. പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഇൻവേർട്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇൻവേർട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞത് ഇപ്പം ഞാനിപ്പം ഇത്രയും ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇൻവേർട്ട് സെലക്ഷൻ കൊടുക്കും. അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, ഞാൻ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം അവിടെ നിന്നുകൊണ്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതിനാണ് ഇൻവേർട്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. കേട്ടോ, ഞാൻ സെലക്ട് ചെയ്ത് മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ അല്ലേ, ബാക്കിയെല്ലാം എന്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഇൻവേർട്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ട്രാൻസ്പെറൻറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു പോർഷൻ ഞാൻ സെലക്ട് ചെയ്തു, ഫ്രീ ഫോം ആണ്. ഞാനിപ്പോൾ ഇത്രയും സെലക്ട് ഞാൻ മൂവ് ചെയ്യുമ്പോൾ അല്ല വേണ്ട, ഞാൻ ഇവിടെ ഒരു പടം വരയ്ക്കാം. ഒരു ഷേപ്പ് ഞാൻ വരച്ചു. ഞാൻ ഫീൽ കളറും കൊടുത്തു, ഗ്രീൻ കൊടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്ത് ഞാൻ മൂവ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുന്നത് കണ്ടോ, പുറകിൽ എന്ത് വരുന്നുണ്ട്, വൈറ്റ് റെക്ടാങ്കിൾ ഷേപ്പ് വരുന്നുണ്ട്. അപ്പം നമുക്കൊരു ഷേപ്പിനകത്തേക്ക് ഇപ്പോൾ എനിക്ക് റെക്ടാങ്കിളിനകത്തേക്ക് എടുത്ത് വെക്കണമെങ്കിൽ അതിനകത്തേക്ക് വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്, പുറകെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം അത് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രാൻസ്പെറൻറ്റ് സെലക്ഷൻ ഒന്ന് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പം നമുക്ക് എന്തായാലും നമുക്ക് അതിനകത്തേക്ക് വെക്കാൻ പറ്റും. കണ്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഷേപ്പ് കൊണ്ടേ വെക്കാൻ പറ്റും. ചെറുതാക്കണം, എന്ത് ചെയ്യാം, ചെറുതാക്കാം. കണ്ടോ, അതിനാണ് ട്രാൻസ്പെറൻറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ക്രോപ്പ്. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പേജ്, നമ്മളിപ്പം ചെയ്തിരിക്കുന്ന പേജ് നമുക്ക് ക്രോപ്പ് ചെയ്യാം. ഉണ്ടോ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടാണ് ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഓപ്ഷനാണ് റീസൈസ് എന്ന് പറയുന്നത്. റീസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീസൈസ് നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഷേപ്പ് അതിനെന്ത് ചെയ്യാം, ഷേപ്പ് ചെയ്ത് റീസൈസ് ആക്കി മാറ്റും. അതായത് നമ്മുടെ ഇഷ്ടം നമുക്കനുസരിച്ച് ഷേപ്പിൽ മാറ്റാൻ പറ്റും. അപ്പോൾ റീസൈസ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കിടപ്പുണ്ട് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ,
ഹൊറിസോണ്ടൽ വെർട്ടിക്കലും. അതായത് ഞാനിവിടെ ഇപ്പോൾ ഇവിടെ 200 ഞാൻ കൊടുത്തു, ഇവിടെ ഞാനൊരു 5 കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതി വരാനാട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതിൽ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് മാറി അല്ലേ. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഷേപ്പ് മാറ്റാം, പല രീതിയിൽ നമുക്ക് മാറ്റാം. ഞാൻ ഇവിടെ 300 കൊടുത്തു, ഇവിടെ ഞാൻ 8 കൊടുത്തു, ഞാൻ അവിടെ മാത്രം കൊടുത്തിട്ട് ദെൻ ഓക്കെ കൊടുക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു സൈഡിലേക്ക് തന്നെ നമുക്ക് ഏത് സൈസ് നമുക്ക് നമ്മുടെ ഷേപ്പ് വേണോ ആ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതിനാണ് റീസൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ. റൊട്ടേറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പ് ഞാൻ കൊടുത്തു, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, 180 ഡിഗ്രി, പിന്നെ ഫ്ലിപ്പ് വെർട്ടിക്കൽ, പിന്നെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ MS പെയിൻറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.